കർണാടകയിൽ യോഗ അധ്യാപികയെ ജീവനോടെ കുഴിച്ചിട്ടു. ശ്വസന നിയന്ത്രണം വശമുള്ളതിനാൽ അത്ഭുതകരമായി യുവതി രക്ഷപ്പെട്ടു. യോഗ ടീച്ചർക്ക് തന്റെ ഭർത്താവുമായി അടുപ്പമുണ്ടെന്ന സംശയത്തിൽ മറ്റൊരു യുവതി നൽകിയ കൊട്ടേഷനാണ് ഈ കൃത്യത്തിന് പിന്നിൽ. കൊട്ടേഷൻ ഏറ്റെടുത്തതാകട്ടെ സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്ന ആളുടെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘം. ഇയാൾ തന്നെയാണ് ഇവരും തമ്മിൽ ബന്ധമുണ്ടെന്ന കാര്യം ഈ യുവതിയെ അറിയിച്ചതും. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ബംഗളൂരിൽ ചെയ്യുന്നു. അരുൺ, ഒരു സ്ത്രീയെ, ഒരു യുവതിയെ ജീവനോടെ കുഴിച്ചിടുക, ആ സ്ത്രീക്ക്, യുവതിക്ക്, യോഗ ടീച്ചർക്ക് ശ്വസന നിയന്ത്രണം വശമുള്ളതിനാൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുക. എന്താണ് സംഭവം? എന്താണ് പ്രകോപനം? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. സുഹേൽ, തീർച്ചയായും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരേ സമയം ക്രൂരവും അതോടൊപ്പം തന്നെ അത്ഭുതകരവുമായ ഒരു സംഭവമാണ് കർണാടകയിലെ ചിക്കബെല്ലാപുരയിൽ നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. അവിടെ ബിന്ദു എന്ന് പറയുന്ന ഒരു യുവതി, അതായത് ഈ കേസിൽ നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള 5 പേരിൽ ഒരാളാണ് ഈ ബിന്ദു. ഈ ബിന്ദുവാണ് യോഗ അധ്യാപികയായിട്ടുള്ള അർച്ചനയെ വധിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ കൊട്ടേഷൻ നൽകിയിട്ടുള്ളത്. അതിന് കാരണമായി പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ ബിന്ദുവിന്റെ ഭർത്താവിന് ഈ അർച്ചനയുമായി, അതായത് ഈ യോഗ അധ്യാപകയുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന സംശയം ഈ ബിന്ദുവിനുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഇപ്പോൾ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയിലെ സംഘത്തിൽപ്പെട്ട ഒരാൾക്ക് ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അത് ഏൽപ്പിക്കുന്നു. അതിനുശേഷം അയാൾ അതിൽ നടത്തിയിട്ടുള്ള അന്വേഷണം, അതായത് ഈ യോഗ ക്ലാസ്സിൽ ഉൾപ്പെടെ പോയി നേരിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ഈ ബിന്ദുവിന്റെ ഭർത്താവുമായി യോഗ അധ്യാപികയ്ക്ക് അടുപ്പമുണ്ട് എന്ന് കണ്ടെത്തിയ യുവതിയോട് ഈ കാര്യം പറയുന്നു. ഇതേ തുടർന്നാണ് ഈ അർച്ചനയെ, യോഗ അധ്യാപികയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു കൊട്ടേഷൻ നൽകുന്നത്. ഇതേ തുടർന്ന് ഈ അർച്ചനയെ തട്ടിക്കൊണ്ടു പോവുകയും വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. അതിനിടെ അബോധാവസ്ഥയിലായ അർച്ചന അതിനുശേഷം ഈ ബോധം വന്ന ഘട്ടത്തിൽ മരിച്ചതുപോലെ അഭിനയിച്ചു. അതായത് ഈ ശ്വസന നിയന്ത്രണ കഴിവ് ഈ അർച്ചനക്കുണ്ടായിരുന്നു. യോഗ അധ്യാപികയാണ്, അത്തരം കഴിവുകൾ ഉണ്ടായിരുന്നു. മരിച്ചതുപോലെ അഭിനയിക്കുന്നു. അതിനുശേഷം ഈ സംഘം ഈ അർച്ചനയെ മണ്ണിൽ കുഴിച്ചിട്ടു എന്നതാണ് പോലീസ് പറയുന്നത്. ആ ഘട്ടത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ശ്വസന നിയന്ത്രണത്തിന്റെ കഴിവുള്ളതുകൊണ്ടാണ് ആ ജീവിതത്തിലേക്ക് ഈ യോഗാധ്യാപക തിരിച്ചു വന്നത്. എന്തായാലും അത്ഭുതകരമായി ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസിന്റെ അന്വേഷണത്തിനൊടുവിൽ ഈ ബിന്ദു ഉൾപ്പെടെ 5 പേരെ നിലവിൽ കൊട്ടേഷൻ നൽകിയിട്ടുള്ള ഈ സംഘത്തിൽ ഉൾപ്പെട്ടവരെ ഉൾപ്പെടെ പോലീസ് എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കർണാടകയിലെ ചിക്കബെല്ലാപുരയിൽ നടന്ന സംഭവം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രചാരണമായി വരികയും ചെയ്യുന്നുണ്ട്. നേരത്തെ സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരേ സമയം അതിക്രൂരവും പക്ഷേ അത്ഭുതകരവുമായ ഒരു വാർത്തയാണ് കർണാടകയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. സുഹേൽ, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. ശ്വാസം കുറച്ചു നേരം പിടിച്ചു നിൽക്കാനായതുകൊണ്ട് മാത്രമാണ് യുവതി രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ മരിക്കുന്നവരെ അവർ തല്ലിയേനെ, കൊന്നേനെ. അത്ഭുതകരമായ രക്ഷപ്പെടൽ, അതേസമയം അതിക്രൂരമായ ഒരു കൃത്യ നിർവഹണം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംഭവത്തിൽ 5 പേരും, യുവതി അടക്കം കൊട്ടേഷൻ സംഘത്തിലുള്ളവരടക്കം 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്.